ഇപ്പോഴും അപ്പോഴും ഈ കേസിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കോടതി ചോദിക്കുന്നത് നിങ്ങളൊരു വെള്ളപ്പേപ്പറെങ്കിലും താ, നിങ്ങളൊരു വെള്ളപ്പേപ്പറിൽ എഴുതിത്താ ഒരു തെളിവ്. നിങ്ങൾ ഈ ഗൂഢാലോചന എന്ന് പറയുമ്പം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പ്രോസിക്യൂഷൻ്റെ അടുത്ത് ഈ പറയുന്ന 8 കൊല്ലം സമയം കിട്ടിയപ്പോൾ റോഡിൽ നിന്ന് കാര്യം പറയുന്ന മിനിയുടെ അടുത്തും അല്ലെങ്കിൽ അതിജീവിതയുടെ വക്കീലിൻ്റെ അടുത്തും കോടതിയുടെ അടുത്തും ഗവൺമെന്റിന്റെ അടുത്തും അന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി താല്പര്യമെടുത്ത് 11 മണിക്കൂർ ചർച്ച അല്ലെങ്കിൽ ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് ചെയ്തോ ഇതിന് ശേഷം നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാം, അതാണല്ലോ നമ്മുടെ ജോലി എന്നുള്ള രീതിയിൽ അവരെ അറസ്റ്റ് ചെയ്തിച്ച ഇവരുണ്ടല്ലോ സന്ധ്യയ്ക്കും 8 കൊല്ലം കൊണ്ട് ഈ എതിരെ ഒരു തെളിവ് ഉണ്ടാക്കാൻ പറ്റിയില്ല. തൃശ്ശൂരിൽ ഹോട്ടൽ പാർക്കിംഗ് ഏരിയയിൽ BMW കാറിനകത്ത് പൾസർ സുനിയും ദിലീപും കൂടെ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ കൊടുത്തു. ഈ ഗൂഢാലോചന നടത്തിയതിന് ആ തൃശ്ശൂർ മുന്തിയ ഹോട്ടലിലാണല്ലോ, 5 സ്റ്റാർ സംവിധാനമുള്ള അത്രയും വലിപ്പത്തിലുള്ള ഹോട്ടലാണല്ലോ. ഇതിന്റെ പാർക്കിംഗ് ഏരിയ CCTV ഉണ്ട്, പാർക്കിംഗ് രജിസ്റ്റർ ഉണ്ട്, BMW കാറുണ്ട്. ഇതൊക്കെ പ്രോസിക്യൂഷൻ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷനകത്ത് BMW കാറോ പാർക്കിംഗ് ഏരിയയിലെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അവിടെ കിടക്കുന്നതിന്റെ രജിസ്റ്ററിനകത്ത് ഈ കാർ എന്നതുപോലെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇത്ര സമയം എന്നുള്ളതിനെ പറ്റി ഒന്നും പ്രോസിക്യൂഷൻ ഇതൊന്നും കൊടുക്കുന്നില്ല, തെളിവുകളില്ല. അതുപോലെ തന്നെ പൾസർ സുനിയുടെ അമ്മയ്ക്ക് 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. ശരി, ദിലീപ് കൊടുത്താണ് ഈ കൊട്ടേഷന് വേണ്ടി. പൾസർ സുനിയുടെ പേരിലത് ദിലീപിന്റെ അമ്മയുടെ പേരില്ല. 2015 പൈസ കൊടുത്തേക്ക്. ഈ പൈസ കൊടുത്ത ഇവരുടെ അക്കൗണ്ട് മൊത്തം പരിശോധിക്കില്ല, അക്കൗണ്ടുകൾ മൊത്തം പരിശോധിച്ചപ്പോൾ അമ്മയുടെ പരിശോധിച്ചു, അമ്മാവിന്റെ പരിശോധിച്ചു, അമ്മായിയുടെ പരിശോധിച്ചു, മൊത്തം പൾസർ സുനിയുടെ കുടുംബം മൊത്തം പരിശോധിച്ചപ്പോൾ 2015 ഒരു പൈസ വന്നിട്ടുണ്ട്. ആരുടെ പേരില? ദിലീപൊന്നും അല്ല കൊടുത്തേക്കുന്നത്. ഇതെടുത്ത് കൊണ്ടുവന്ന് അവിടെ കൊടുത്തു. ഇത് ദിലീപ് അയച്ചതാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എവിഡൻസും കൊടുക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല.